വലിയ പോരാട്ടം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കുടുംബവുമൊത്തുള്ള മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം. സർക്കാർ ചെലവിലാണ് യാത്രയെന്ന് സുധാകരൻ. സ്പോൺസർ ആരെന്ന് വി മുരളീധരൻ. ആരൊക്കെ എവിടെ പോണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന് ഇ.പി. ജയരാജൻ. കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങി ഹൈക്കമാൻഡ്. കെ.പി.സി.സി പ്രസിഡന്റ് പദവി ഹസൻ നാളെ സുധാകരന് കൈമാറും. തിരികെ കിട്ടിയില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ തീരുമാനം. കൂട്ടാളി റിയാസിലൂടെ പെരുമ്പാവൂർ അനസിലേക്ക് എത്താൻ ഭീകരവിരുദ്ധ സ്ക്വാഡ്. റിയാസിൽ നിന്ന് പിടിച്ചെടുത്ത തോക്ക് അനസിന്റെ. തോക്ക് നൽകിയത് അനസെന്ന് റിയാസ്. ന്യൂസ് 18 വെളിപ്പെടുത്തലിൽ കൊച്ചി അധോലോകത്തിന്റെ അടിവേരുകളിലേക്ക് ATS അന്വേഷണം. മൂന്നാം ഘട്ടത്തിൽ ഉച്ചവരെ 34% പോളിംഗ്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ലോകത്തിന് മാതൃകയെന്ന് പ്രധാനമന്ത്രി. മോദി അഹമ്മദാബാദിൽ വോട്ട് ചെയ്തു. की चुनावी प्रक्रिया कैसी है, चुनावी मैनेजमेंट कैसा है और दुनिया के लोकतंत्र के लिए ये बहुत ही बड़ा सीखने योग्य एग्जाम्पल दुनिया की बड़ी बड़ी यूनिवर्सिटी ने केस स्टडी करना चाहिए. ജനവിധി തേടുന്നവരിൽ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും. ഇ.പി. ജയരാജനുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച പരസ്യമായതിൽ പ്രകാശ് ജാവദേക്കറിന് അതൃപ്തി. ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തെന്ന് നേതൃയോഗത്തിൽ ജാവദേക്കർ. പാർട്ടി നടത്തുന്ന കൂടിക്കാഴ്ചകൾ വെളിപ്പെടുത്തുന്നത് കേരളത്തിൽ മാത്രമെന്ന് വിമർശനം. കോടതി നിർദ്ദേശപ്രകാരമുള്ള FIR മേയർ ആര്യ രാജേന്ദ്രന് തിരിച്ചടിയാകുന്നു. മെമ്മറി കാർഡ് നഷ്ടമായതിലും മേയർക്ക് പങ്കെന്ന FIR പരാമർശം ഗുരുതരം. പോലീസിന്റെ അടുത്ത നീക്കം നിർണായകം. ജീവനെടുത്ത് വെസ്റ്റ് നൈൽ പനി. മലപ്പുറത്തും കോഴിക്കോട്ടുമായി 10 പേരിൽ രോഗം. 2 മരണം. മസ്തിഷ്ക ജ്വരത്തിന് സമാന ലക്ഷണങ്ങൾ. കൊതുക് നശീകരണം ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ 3 രാജ്യങ്ങളിലേക്ക് എന്തുദ്ദേശത്തിലാണ് മുഖ്യമന്ത്രി കുടുംബവുമൊത്ത് യാത്ര പോകുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. UDFും അതേപോലെ തന്നെ BJPയും ഈ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നീറോ ചക്രവർത്തിയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിഹസിച്ചത്. കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ സിംഗപ്പൂരിൽ പോയിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. യാത്രയുടെ സ്പോൺസർ ആരാണെന്ന് വ്യക്തമാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. റോം കത്തിയേരിയുമ്പോൾ വീണ വായിച്ച ഒരു നീറോ ചക്രവർത്തിയെക്കുറിച്ച് മലയാളികളെല്ലാവരും കേട്ടറിവുണ്ട് മലയാളികൾക്ക്. പക്ഷെ അങ്ങനെ ഒരു നീറോ ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല, അതിനുള്ള അധികാരത്തെ. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, 19 ദിവസം ഇവരെല്ലാവരും കൂടി 3 വിദേശ രാജ്യങ്ങളിൽ
വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാന സ്രോതസ് എന്താണ്? അത് എവിടെ നിന്നാണ് വരുന്നത്? അതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആ സ്പോൺസർ ചെയ്ത ആരാണ് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം പറയണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞാലും മതി. കടുത്ത വിമർശനമാണ് വി മുരളീധരൻ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. സ്പോൺസർ ആരാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് വി മുരളീധരന്റെ ആവശ്യം. അതേസമയത്ത് തന്നെയാണ് കോൺഗ്രസും ഇക്കാര്യത്തിൽ വിമർശനം ശക്തമാക്കുന്നത്. പ്രതിസന്ധി സമയത്ത് ആർക്കും പകരം ചുമതല നൽകാതെയാണ് ഈ വിദേശയാത്രയെന്നും ഖജനാവിൽ നിന്ന് പണം ചെലവാക്കിയാണ് യാത്ര നടത്തുന്നതെന്നും കെ സുധാകരൻ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിണറായി വിജയന് മാത്രമേ അത്തരമൊരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ. അതാണ് പിണറായി. കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല, ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്. ചാർജ് കൊടുത്തോ? ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തോ? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു, ഹൂ വിൽ റിയാക്ട്, ഹൂ വിൽ റെസ്പോണ്ട്? പറയട്ടെ. ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? സർക്കാരിന്റെ പൈസയാണോ? സ്പോൺസർഷിപ്പാണോ? എങ്ങനെയാ പോയി തോന്നിരിക്കുന്നത്? ഒന്നും ആർക്കും അറിയില്ല. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത്? എനിക്കറിയാൻ ചോദിക്കുക. എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും, ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം. എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോവില്ല. പോയി പറയുന്ന ഞാൻ പറയുന്നത് സ്പോൺസർഷിപ്പ് ആയാലെന്താ? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിനെ സ്പോൺസർ ചെയ്യുന്നത് എന്താ കുഴപ്പമെന്താ? ആ സ്പോൺസർഷിപ്പിലാണ് ഞാൻ പോകുന്നത്, ഇന്നയാളെ സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞൂടെ? പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 അൽസേഷനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയാം. ഇക്കാര്യത്തിൽ ഇ.പി. ജയരാജനാണ് ഇന്ന് മറുപടി നൽകിയത്. പാർട്ടി അറിഞ്ഞാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രയ്ക്ക് പോയത് എന്നാണ് ഇ.പി. ജയരാജന്റെ വാക്കുകൾ. അതേസമയത്ത് തന്നെ ഇക്കാര്യം മറ്റാരും അറിയേണ്ട കാര്യമില്ല, അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട് എന്നും ഇ.പി. ജയരാജൻ പറയുന്നു. ഇ.പി. ജയരാജന്റെ വാക്കുകളിലേക്ക്. സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഒരു കടുകിടും നിയമങ്ങൾ ചട്ടങ്ങൾ തെറ്റിപ്പോകില്ല. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ് എന്ന് ചണ്ടിക്കൊട്ടി പാടണോ? വേണ്ടല്ലോ. അദ്ദേഹം തീരുമാനിക്കുന്നു, പാർട്ടി തീരുമാനിക്കുന്നു, ഗവൺമെന്റ് തീരുമാനിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നു, അദ്ദേഹം പോകുന്നു. ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ? നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം? ഞങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്നാണ് ഇ.പി. ജയരാജന്റെ വാക്കുകൾ. അതേസമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയെ വിവാദമാക്കുന്ന പ്രതിപക്ഷത്തിന്റെ വാക്കുകളും. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇത് ഔദ്യോഗിക സന്ദർശനമല്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരാത്തതും. സ്വകാര്യ സന്ദർശനമാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇത് സർക്കാരിന്റെ ചെലവാണോ സ്പോൺസർഷിപ്പാണോ? ഈ തരം രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തണം എന്നുള്ളതാണല്ലോ. അതേപോലെ തന്നെ ഇത്രയും ദിവസങ്ങൾ വിട്ടുനിൽക്കുമ്പോൾ പകരം ചുമതല നൽകണം. ഈ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്, ചട്ടലംഘനം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ലായിരുന്നു. അപ്പോൾ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കീഴ്വഴക്ക ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രഹസ്യങ്ങൾ ഉണ്ടോ ഈ യാത്രയിൽ? അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. മഞ്ജുഷ്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെ പ്രതിപക്ഷം ഇങ്ങനെ എതിർക്കുന്നത്. ഒന്ന്, ഇത് സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും അത് കൃത്യമായി ഒരു അറിയിപ്പില്ലാതെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കണമായിരുന്നു. അതുണ്ടായില്ല. അദ്ദേഹം പോയതിനു ശേഷമാണ് ജനങ്ങൾ അത് അറിയുന്നത്. മാധ്യമങ്ങളിൽ അത്തരമൊരു വാർത്താക്കുറിപ്പ് നൽകാൻ പോലും മുഖ്യമന്ത്രി ഓഫീസ് തയ്യാറായില്ല. അതിന് കാരണമായി അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടേത് തികച്ചും സ്വകാര്യ സന്ദർശനമാണ്, ഔദ്യോഗിക യാത്രയല്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ മാധ്യമങ്ങളെ അറിയിച്ച് ജനങ്ങളെ അറിയിക്കാതിരുന്നത്.
മറ്റൊന്ന് അത്തരം യാത്രകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിക്കണം. പാർട്ടി അറിയിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിനെയും അറിയിക്കണം. അതും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുമതിയും ഈ യാത്രയ്ക്കുണ്ട്. അത് സ്വകാര്യ സന്ദർശനമായതുകൊണ്ടാണ് കേന്ദ്രം അനുമതി നൽകിയത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് പോകാൻ കേന്ദ്രം അനുമതി നൽകില്ലായിരുന്നു. പാർട്ടിയെയും അതുപോലെ കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പോയത് എന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും പറയുന്നു. പ്രതിപക്ഷം ഈ യാത്രയെ വിമർശിക്കാനുള്ള മറ്റൊരു കാരണം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPM മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലാണ് പിണറായി വിജയൻ. അദ്ദേഹം CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. മാത്രമല്ല CPM ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമാണ്. അത്തരം ഒരാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇത്ര യാത്ര പോയത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. ആ ഒരു വിഷയത്തിൽ മറുപടി EP പറയുകയുണ്ടായോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോകാതെ ഇങ്ങനെ പോകുന്നത്, അതിൽ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങളുണ്ടോ? ഇക്കാര്യം EP മറുപടിയായിട്ട് നൽകിയിട്ടുണ്ടോ? ഇ പി ജയരാജന് അതിനും മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ നേതാക്കൾ ആരൊക്കെ എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അത് തീരുമാനിച്ച പ്രകാരം പാർട്ടിയുടെ ദേശീയ നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ട്. കേരളത്തിലെ സാഹചര്യമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവിടെ മുഖ്യമന്ത്രി പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ല. അവിടെ സ്വാഭാവികമായും CPMന്റെ ഒരു വിശദീകരണവും മുഖ്യമന്ത്രി പോകാതിരിക്കാനുള്ള കാരണവും അവിടെ പലയിടത്തും കോൺഗ്രസാണ് CPMന്റെ സഖ്യകക്ഷി. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, ആ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് അഭംഗിയുണ്ട്. അത് ഒരുപക്ഷെ അവിടുത്തെ സംസ്ഥാന ഘടകങ്ങൾ പോലും ആ രീതിയിൽ അത് സ്വാഗതം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് കൂടിയാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകാത്തതെന്നൊരു അനൌദ്യോഗിക വിശദീകരണം CPM നേതൃത്വം CPM കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ദുരൂഹമായി ഒന്നുമില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഈ ആരെയും അറിയിക്കാതെയുള്ള യാത്രയാണ് ദുരൂഹതയായി പ്രതിപക്ഷവും BJPയും ചൂണ്ടിക്കാട്ടുന്നത്. BJP നേതാക്കളാകട്ടെ ആരാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് എന്ന ചോദ്യം കൂടി BJP നേതാവ് അതുപോലെ കെ സുധാകരനും ഉന്നയിക്കുന്നുണ്ട്. ഈ യാത്ര തികച്ചും ദുരൂഹമെന്ന വാദമാണ് ഈ പ്രതിപക്ഷവും BJPയും ഉന്നയിക്കുന്നത്. ഒരു ദുരൂഹതയുമില്ലെന്ന മറുപടിയുമായി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്കെത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി അരുൺ, ഇത്രയും ദിവസം മുഖ്യമന്ത്രി വിട്ടുനിൽക്കുമ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE ഇവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശനം നടത്തുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സമ്മർദ്ദ നീക്കത്തിന് പിന്നാലെ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കെ സുധാകരനുമായി ഫോണിൽ സംസാരിച്ച കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉചിതമായ സമയത്ത് KPCC പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ ചുമതല ഏറ്റെടുക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ സുധാകരൻ. അതേസമയം KPCC പ്രസിഡന്റിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി സുധാകരനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാക്കുകയാണ്. സുധാകരൻ സതീശൻ ചേരിപ്പോരും പാർട്ടിക്ക് തലവേദനയാവുകയാണ്. ഇപ്പോൾ നിലവിലെ KPCC പ്രസിഡന്റ് താൻ തന്നെ എന്ന പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. അതുമാത്രമല്ല, ഹൈക്കമാൻഡിനെ അദ്ദേഹം കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. KPCC പ്രസിഡന്റ് പദവി തിരികെ കിട്ടണം എന്ന ആവശ്യം സുധാകരൻ തന്നെ നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഉചിതമായ സമയത്ത് KPCC പ്രസിഡന്റ് പദവി ഹസനിൽ നിന്ന് തിരികെ ഏറ്റെടുക്കുവാനായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഒടുവിൽ സുധാകരന് നൽകിയിരിക്കുന്നത്. ഇന്ന് സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഏത് സമയത്തും എനിക്ക് ശ്വാസം എടുക്കാം, എനി ടൈം. മനസ്സിലായോ? എനിക്ക് അതിനകത്ത് വേറെ സ്പെഷ്യൽ ഒന്നുമില്ല. ഞാൻ KPCC പ്രസിഡന്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. എനിക്ക് എപ്പോഴും പോയിക്കൂടെ? അതിനെന്തിരിക്കുന്നു? ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് വരെയത്ത് ഒരു കാര്യവും ഇല്ല. എനിക്ക് ഏത് സമയത്തും പോയി എടുക്കാം. ഇന്ന് പോകാം, നാളെ പോകാം, എടുക്കാം. പക്ഷേ ഞാനൊന്ന് അത് ഒക്കെ ഹൈക്കമാൻഡൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുന്നു. ഞാനിങ്ങനെ ഇത്തിരി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞില്ല, കഴിയാൻ പോന്നേ ഉള്ളൂ. ഇന്നുകൊണ്ട് കഴിയുമെന്ന് വിചാരിക്കാം. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, KPCC പ്രസിഡന്റ് പദവി ഹസനിൽ നിന്ന് തിരികെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ ഹൈക്കമാൻഡിനെ സമീപിച്ചു എന്ന കാര്യം പുറത്തു വന്നതിന് പിന്നാലെയാണല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. കടുത്ത നിലപാട് അദ്ദേഹം എടുത്തിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. പ്രസിഡന്റ് പദവി തിരികെ കിട്ടിയില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് താൻ കടക്കും എന്ന മുന്നറിയിപ്പ് നൽകിയതാണല്ലോ സുധാകരൻ ഹൈക്കമാൻഡിന്. അതിൽ വഴങ്ങുകയല്ലേ ഇപ്പോൾ ഹൈക്കമാൻഡ് ചെയ്തിരിക്കുന്നത്?
പക്ഷേ കണ്ണൂരിൽ തന്റെ സമ്മതമില്ലാതെയാണ് സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ നിലനിന്നിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി 26-ാം തീയതി അത് അവസാനിച്ച ശേഷവും കെ സുധാകരന് ചുമതല കൈമാറാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗം നടന്നത്. പക്ഷേ ആ നേതൃയോഗത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിലേക്ക് എത്തിയത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് ചുമതല കൈമാറിയില്ല. മാത്രമല്ല അന്നത്തെ യോഗത്തിന്റെ അജണ്ടയിൽ ആ വിഷയമില്ല എന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. അതോടെയാണ് സുധാകരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്. തുടർന്നാണ് 3 ദിവസത്തിനകം തനിക്ക് പദവി തിരികെ നൽകണം, അല്ലെങ്കിൽ കടുത്ത നിലപാട് തന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന സമ്മർദ്ദ നീക്കം കെ സുധാകരൻ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപദാസ് മുൻഷി സുധാകരനെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് തന്നെ ഉചിതമായ സമയത്ത് ഈ പദവിയിലേക്ക് ചുമതല ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ വിവാദമായിരിക്കുന്നത് കെ സുധാകരൻ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായി നിയമിതനായ KPCC ജനറൽ സെക്രട്ടറി K ജയന്തിന്റെ ഭാഗത്ത് നിന്ന് KPCC അധ്യക്ഷനെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി. പുനഃസംഘടനയിലടക്കം K ജയന്ത് തനിക്ക് താല്പര്യമുള്ളവരെ തിരികെ കയറ്റി തുടങ്ങിയ വിമർശനങ്ങളാണ് ഒരു വിഭാഗം നേതാക്കൾ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ 9 വർഷം പ്രവർത്തന രംഗത്ത് സജീവമല്ലാതിരുന്ന നേതാവാണ് K ജയന്ത്. അതിനുശേഷമാണ് അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി ആ സ്ഥാനം ആഗ്രഹിച്ചിരുന്ന മറ്റ് പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ വെട്ടിയാണ് K ജയന്ത് ആ പദവിയിലേക്ക് എത്തിയത്. തുടർന്ന് സുധാകരനൊപ്പം ഉണ്ടായിരുന്നവർ തന്നെ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് K ജയന്തിന്റെ ഇടപെടൽ മൂലമാണ് എന്ന വിമർശനമാണ് രൂക്ഷമായിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാട് കടുപ്പിച്ച് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും നിലവിൽ ഈ വിമർശനങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. നാളെ ചുമതല തിരികെ ഏൽക്കുമോ? അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അദ്ദേഹം ദീപദാസ് മുൻഷിയെ അറിയിച്ചിരിക്കുന്നത് എല്ലാ നേതാക്കളുടെയും അഭിപ്രായ ഐക്യത്തോടെ മാത്രമേ താൻ KPCC അധ്യക്ഷ സ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു ഐക്യമില്ലല്ലോ. ഇപ്പോൾ KPCC പ്രസിഡന്റ് പദവി സുധാകരന് തിരികെ കൊടുക്കണം എന്നുള്ള ഒരു ഏകാഭിപ്രായം പാർട്ടിയിൽ ഇല്ലല്ലോ. സ്വാഭാവികമായി ഔചിത്യത്തിന്റെ പേരിൽ അദ്ദേഹം അത്തരമൊരു പരാമർശം നടത്തിയെന്നേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയൂ. എന്തായാലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നാളെ തന്നെ ഒരുപക്ഷെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തേക്കാം. കൊച്ചിയിൽ നിന്ന് വൈകാതെ അദ്ദേഹം തലസ്ഥാനത്തേക്ക് KPCC അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി മടങ്ങിയെത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാന കോൺഗ്രസിൽ കാര്യങ്ങൾ സങ്കീർണമായി തന്നെ തുടരുകയാണ്. KPCC പ്രസിഡന്റ് പദവി തിരികെ കിട്ടാത്തതിലുള്ള അമർഷമാണ് സുധാകരൻ ഇന്ന് പ്രകടിപ്പിച്ചതും അതിനു മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടമാണ് ഇന്ന്. ഭേദപ്പെട്ട പോളിംഗ് ആണ് ഉച്ചവരെ ഉണ്ടായിരിക്കുന്നത്. 34% പോളിംഗ് 1 മണിവരെയുള്ള കണക്കനുസരിച്ച് 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ 93 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. हम लोगों ने देश में भारत की चुनावी प्रक्रिया कैसी है, चुनावी मैनेजमेंट कैसा है और दुनिया के लोकतंत्र के लिए ये बहुत ही बड़ा सीखने योग्य एग्जाम्पल है. दुनिया की बड़ी बड़ी यूनिवर्सिटी ने केस स्टडी करना चाहिए. आज दुनिया में करीब 64 कंट्रीज में चुनाव है. उन सबका कंपैरिजन करना चाहिए. और ये वर्ष एक प्रकार से लोकतंत्र का उत्सव न सिर्फ भारत में, पूरी दुनिया में है. और भारत ने दुनिया में जो भी अच्छी चीजें हैं वो चुनावी व्यवस्था में विकसित की है. और मैं मानता हूं कि इलेक्शन कमीशन इसके लिए बहुत बहुत अभिनंदन का अधिकारी है. और यही मंथन है जो लोकतंत्र को भी मजबूत करता है और देश को भी मजबूत सरकार देता है. तो मैं इसमें योगदान देने वाले एक लोकतंत्र के महायज्ञ में जो भी जितनी आहुति दे रहा है सब अभिनंदन के अधिकारी हैं. मैं फिर से देशवासियों को यही कहता हूं कि आज गुजरात में और जहां जहां चुनाव का मतदान का दिवस है बहुत भारी मात्रा में मतदान करें. लोकतंत्र के पर्व को मनाएं, उत्सव के रूप में मनाएं. भाई गर्मी में आप लोग दिन रात दौड़ कर रहे हैं.
स्वास्थ्य की भी चिंता कीजिए, और क्योंकि चुनाव के दिनों में पत्रकार साथियों को दिन रात दौड़ना पड़ता है, और आज मीडिया की कंपटीशन भी इतनी है कि आपको समय से आगे दौड़ना पड़ता है। मैं तो यही प्रार्थना करूंगा आप सब पुराने साथियों को कि अपने स्वास्थ्य का जरूर ध्यान रखें। തെരഞ്ഞെടുപ്പ് ഉത്സവമാക്കി മാറ്റുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ലോകത്തിന് തന്നെ മാതൃകയാണെന്നും പ്രധാനമന്ത്രി വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, കഴിഞ്ഞ 2 ഘട്ടത്തേക്കാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരുന്നു. 3ാം ഘട്ടത്തിൽ അത് പോളിംഗിൽ പ്രതിഫലിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ശക്തമായ പോളിംഗ് വേണം എന്ന് ഒരാഹ്വാനം തന്നെ നൽകിയതാണ്. ഇതിന്റെ പ്രതിഫലനം കാണുന്നുണ്ടോ പോളിംഗിൽ? മഞ്ജുഷ, ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് 3ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 1 മണിവരെ 35%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് 2019 കണക്കുകൾ, 2019 3ാം ഘട്ടത്തിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട പോളിംഗ് ആണ്. അതായത് 2019 11 മണിവരെ 23% പോളിംഗ് എങ്കിൽ ഇന്ന് ഇത്തവണ 25%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആദ്യ 2 ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഒരു മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് 3ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദ്യ 2 ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കുറവുണ്ടായതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇത്തവണ ഏതായാലും മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ് ഈ 3ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. കാരണം 3ാം ഘട്ടത്തിൽ 93 മണ്ഡലങ്ങളിൽ 77 മണ്ഡലങ്ങൾ ഒപ്പം നിന്ന് BJPക്കൊപ്പം 2019 നിന്നിരുന്നു. BJPയുടെ വിജയത്തിൽ നിർണായകമായിരുന്നു ഈ 3ാം ഘട്ടത്തെ പോളിംഗ്. ഇന്ത്യ സഖ്യത്തിനാകട്ടെ, ഇന്ത്യ സഖ്യ നേതാക്കൾ തന്നെ പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചൊരു BJPക്ക് അനുകൂലമായ സാഹചര്യം നിലവിൽ രാജ്യത്തില്ല, അത് പ്രകടമല്ല. അപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഏതായാലും ഇന്ത്യ സഖ്യവും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ പോളിംഗ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലും പശ്ചിമ ബംഗാളിലുമാണ്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 33% പോളിംഗ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 4 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മധ്യപ്രദേശിൽ ഏതാണ്ട് 31% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വാശിയേറിയ പ്രചാരണമൊക്കെ നടന്നിട്ടുള്ള മഹാരാഷ്ട്രയിൽ 20%-ൽ താഴെ മാത്രമാണ് 11 മണിവരെയുള്ള പോളിംഗ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും അനിഷ്ട സംഭവങ്ങൾ പശ്ചിമ ബംഗാൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ പശ്ചിമ ബംഗാളിൽ BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം CPM കോൺഗ്രസ് തൃണമൂൽ പ്രവർത്തകർ തമ്മിലും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, CPM-ഉം കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ബൂത്ത് ഏജന്റുമാരെ പ്രവേശിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ് മുർഷിദാബാദിലും ജംഗിപൂരിലും സമാനമായൊരു പരാതി ഇന്ത്യ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബംഗാളിലെ അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതീക്ഷയാണ് ഈ 3ാം ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. മാത്രവുമല്ല, പോളിംഗ് ശതമാനം നിലവിലെ സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ 2019 66%-നേക്കാൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുമെന്നൊരു കണക്കൂട്ടലാണ് ഈ ഘട്ടത്തിൽ പാർട്ടികൾക്കുള്ളത്. ശരി രാകേഷ്, എന്തായാലും 1ഉം 2ഉം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പോളിംഗിൽ കുറച്ച് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ 34% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തെ ഈ 93 മണ്ഡലങ്ങളുടെയും ശരാശരി നോക്കുകയാണെങ്കിൽ. കർണാടകത്തിലെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുകയുണ്ടായി. രേവണ്ണയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടണം. ഒരു സമുദായം വോട്ട് ചെയ്യുന്നതുവരെ കോൺഗ്രസ് ഈ വിഷയത്തിൽ നടപടിയെടുത്തില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീം കോടതി ഉടൻ വിധി പറയും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തിന് 2 വർഷമെടുത്തതിന് EDയെ സുപ്രീം കോടതി വിമർശിക്കുകയുണ്ടായി. സത്യം കണ്ടെത്താൻ 2 വർഷമെടുത്തെന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിക്ക് ചേർന്നതല്ലെന്നും കേസ് ഫയൽ ഉടൻ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇത്തരമൊരു വിമർശനം ഈ അറസ്റ്റിന് ശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ EDക്കെതിരെ കോടതി പറയുകയുണ്ടായി?
മഞ്ജുഷ 12 കൂടിയാണ് കേസിൽ വാദം ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് കേസിൽ ഇടക്കാല ജാമ്യം നൽകാമെന്നുള്ളൊരു സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് വാദം പൂർത്തിയായ ശേഷം 2 മണിക്ക് വീണ്ടും വാദം പുനരാരംഭിക്കുകയും ചെയ്യും. ഏകദേശം 2:30 ഇക്കാര്യത്തിലൊരു വ്യക്തമായ വിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ, അതായത് 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും ഇഡിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും പറയുന്ന കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ഒരു ഒഴിവ് കൊടുക്കാൻ സാധിക്കില്ല, അത്തരത്തിൽ ഇടക്കാല ജാമ്യം നൽകാൻ സാധിക്കില്ല. അത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാക്കും. അത് സാധാരണക്കാരേക്കാൾ വലിയ ആളല്ല മുഖ്യമന്ത്രി എന്ന പദവി എന്നുള്ള കാര്യം പ്രധാനമായും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇഡിയും ഇതേ സമാനമായ ഒരു കാര്യം തന്നെയാണ് കോടതി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇടക്കാല ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ പറയുന്നത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാല ജാമ്യം നൽകിക്കൂടെ എന്നുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ട്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫയലുകളിൽ ഒപ്പിടാൻ സാധിക്കില്ല, മുഖ്യമന്ത്രിയുടെ കൃത്യനിർവഹണത്തിൽ ഇടപെടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് റാലികളിലും ഒപ്പം തന്നെ യോഗങ്ങളിലുമൊക്കെ അരവിന്ദ് കെജ്രിവാളിന് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ പ്രധാനമായും പറഞ്ഞ കാര്യം, അതായത് ഇടക്കാല ജാമ്യം അനുവദിച്ചാലും പല സുപ്രധാനമായിട്ടുള്ള ഫയലുകളിൽ മുഖ്യമന്ത്രി ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പിടാതെ വന്നാൽ അതിൽ ലഫ്റ്റനന്റ് ഗവർണർ അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു പരാമർശവും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 2 മണിക്ക് വീണ്ടും വാദം പുനരാരംഭിക്കുകയും ചെയ്യും. 2:30 കൂടി ഇടക്കാല ജാമ്യം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ കോടതിയുടെ ഒരു സമീപനം അനുസരിച്ച് ഇടക്കാല ജാമ്യം നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടുവാനുള്ള സാധ്യത തെളിയുകയാണ്. 2:30 നിർണായകമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി BJPയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ചേരുകയാണ് തിരുവനന്തപുരത്ത്. ഇതിലിപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന വിലയിരുത്തൽ 4 സീറ്റുകളിൽ വിജയിക്കും എന്നാണ്. 2 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് എത്തുമെന്നും പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉണ്ടായി. പ്രകാശ് ജാവ്ദേക്കർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു ഭാരവാഹി യോഗത്തിൽ. ശോഭാ സുരേന്ദ്രനെതിരെയായിരുന്നു ഈ വിമർശനങ്ങൾ. EP ജയരാജനുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നതിനാണ് ഇത്തരമൊരു വിമർശനം ജാവ്ദേക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച BJP നടത്തുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരാറില്ല. പക്ഷേ കേരളത്തിൽ മാത്രം അതിന് വ്യത്യസ്തമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നതാണെന്നും ജാവ്ദേക്കർ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ്. വിനോദ്, EP ജയരാജൻ കൂടിക്കാഴ്ചയുടെ കാര്യം സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചർച്ചയായല്ലോ. ഇതിലിപ്പോൾ നേതാക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ജാവ്ദേക്കറിന്റെ വിമർശനം മാത്രമേ ഉണ്ടായുള്ളൂ? മഞ്ജുഷ്, കൃഷ്ണദാസ് പക്ഷം മുരളീധര പക്ഷം തർക്കം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വരുന്നു. ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. BJP നേതൃയോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ്, അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ വിശ്വാസ്യത തകർന്നു. കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞു എന്നാണ് ജാവ്ദേക്കർ ചോദിക്കുന്നത്. അതായത് EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച, ജയരാജന്റെ മകന്റെ വീട്ടിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് ജയരാജൻ നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇത് എങ്ങനെ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞു എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, പാർട്ടിയിലെ നേതാക്കൾ പലരുമായും കൂടിക്കാഴ്ച നടത്തും, അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന വിമർശനം കൂടി. അതായത് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആളുകളെ BJP-യിലേക്ക് അടർത്തി മാറ്റാനുള്ള ദൗത്യം BJP നടത്തുന്നുണ്ട്. പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും അടക്കമുള്ള പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് നേതാക്കളെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി BJP പൂർത്തിയാക്കി എന്ന വിലയിരുത്തലാണ്. പ്രകാശ് ജാവ്ദേക്കറെ കേന്ദ്ര നേതൃത്വം അതിനായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ വന്നതും അത് വലിയ വിവാദമായതും. നേരത്തെ BJP-യുമായി ചർച്ച ചെയ്ത നേതാക്കൾ BJP-യിലേക്ക് വീണ്ടും വരുന്നതിന് വൈമുഖ്യം കാണിക്കുന്നു എന്ന ആക്ഷേപവും ഇതിനകം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നു. ഏതായിരുന്നാലും ശോഭയുടെ നടപടി ഇങ്ങനെ വിവാദമാകുമ്പോൾ കൃഷ്ണദാസ് പക്ഷം ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമാണ്. PK കൃഷ്ണദാസ്, MD രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഔദ്യോഗിക പക്ഷത്ത് അല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ അവർക്കെതിരെ ഉയർന്ന ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്ന ആരോപണമാണ് പ്രധാനമായും കൃഷ്ണദാസ് പക്ഷം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് മുരളീധര പക്ഷം സ്വീകരിച്ചുവെന്ന
വിമർശനമുണ്ട്. അത് ഗുരുതരമായ പ്രശ്നമാണല്ലോ. രണ്ട് പക്ഷങ്ങളും തമ്മിൽ വീണ്ടും തമ്മിലടി രൂക്ഷമാകുന്നു എന്നുള്ള ഒരു സൂചന ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലെ വിട്ടുനിൽക്കലിൽ നിന്ന് മനസ്സിലാവുകയാണല്ലോ. അതോടൊപ്പം തന്നെ ഈ 2 സീറ്റിനപ്പുറം 4 സീറ്റിൽ വിജയ സാധ്യത എന്ന് എന്തുകൊണ്ട് വിലയിരുത്തൽ ഉണ്ടാകുന്നു? തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും പുറമെ വേറെ ഏതെല്ലാം സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്? ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങൾ അവിടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. 4 സീറ്റുകളുടെ വിജയമാണ് തിരുവനന്തപുരം, തൃശൂർ ഉറപ്പിക്കുന്നു. അതിന് പുറമെയാണ് ഈ 2 സീറ്റുകൾ കൂടി. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥലങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന ആരോപണം കൃഷ്ണദാസ് പക്ഷം ഉന്നയിക്കുന്നുണ്ട്. നേതൃമാറ്റം എന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരികയാണ്. ഈ തമ്മിലടി എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ വീണ്ടും മാറുന്നത്. ഏതായിരുന്നാലും BJPയെ സംബന്ധിച്ച് 20% വോട്ട് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതുവിൽ ഈ തിരഞ്ഞെടുപ്പിൽ UDF-നോടും LDF-നോടും വൈമുഖ്യമുള്ള ആളുകൾ BJPക്ക് വോട്ട് ചെയ്തു. എന്നാൽ നേതാക്കൾക്കിടയിലെ ഈ തർക്കം അത് നേതൃത്വത്തിന് തലവേദന തന്നെയാണ്. മഞ്ജുഷ്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിനെതിരെയാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ വിമർശനം ഉന്നയിച്ചത്. ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും എതിരെയുള്ള പരാതിയിൽ EP ജയരാജന്റെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തി. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് EP ജയരാജന്റെ ആവശ്യം. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ്. ബസ്സിലെ യാത്രക്കാരുടെയും കണ്ടക്ടറുടെയും മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് FIR-ൽ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ BV അരുൺ നൽകും. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ 5 പേർക്കെതിരെയും കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ സാക്ഷിമൊഴികൾ എടുക്കുന്ന നടപടിക്കാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷം ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഈ തർക്കത്തിൽ ഉൾപ്പെട്ട യദുവിന്റെയും വാഹനം ഓടിച്ചിരുന്ന യദുവിന്റെയും ആരോപണ വിധേയരായ മേയറുടെയും സച്ചിൻ ദേവ് MLAയുടെയും ഒപ്പം യാത്ര ചെയ്തിരുന്ന മറ്റ് 3 പേരുടെയും മൊഴി രേഖപ്പെടുത്തുക. എന്തായാലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മേയർക്കും ഭർത്താവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പൊതുഗതാഗതത്തിന് മാർഗതടസ്സം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചതെന്ന് അതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ അത് ഏത് തരത്തിലാണ് മേയറെയും സച്ചിൻ ദേവിനെയും പ്രതികൂലമായി ബാധിക്കുക എന്നൊരു ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ യദുവിനെതിരെ KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ നിൽക്കുകയാണ്. മാസപ്പടി കേസിലെ വിജിലൻസ് കോടതിയുടെ ഇന്നലത്തെ വിധി തിരിച്ചടിയാണെന്ന് മാത്യു കുഴൽനാടൻ MLA ഇന്ന് പ്രതികരിച്ചു. വിധി നിരാശാജനകമാണെന്നാണ് കുഴൽനാടന്റെ പ്രതികരണം. കോടതി നിരീക്ഷണങ്ങളോട് വിയോജിക്കുന്നുണ്ട്. പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല നിയമയുദ്ധമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. ഐ ഫെയർലി അഡ്മിറ്റ് ഞാൻ നടത്തി വന്ന ഫൈറ്റിൽ, അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ, നിയമപരമായ നിയമയുദ്ധത്തിൽ ഒരു സെറ്റ് ബാക്കാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ കോർട്ട്, ജഡ്ജ്മെന്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ് അതിനോട് ഞാൻ വളരെ വിനയപൂർവം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. ഈ വിഷയത്തിൽ EP ജയരാജൻ ഇന്ന് പ്രതികരിച്ചു. മാസപ്പടി വിവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് വേട്ട തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. മുഖ്യമന്ത്രിയുടെ മകൾ ആണെന്ന കാരണത്താൽ വീണയ്ക്ക് സ്ത്രീ എന്ന പരിഗണന പോലും നൽകിയില്ല എന്നാണ് EP ജയരാജൻ പറയുന്നത്. കോടതി നിരവധി വട്ടം ചോദിച്ചു, എന്താ തെളിവ്? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഒന്നും തെളിവില്ലല്ലോ. ഇവിടെ നാട്ടിൽ നടത്ത പ്രസംഗം പോലെ ഒരു പ്രസംഗം കോടതിയിൽ പോയി നടത്തി.
അതുവഴി വാർത്ത സൃഷ്ടിക്കലായിരുന്നില്ലേ ഇതിന്റെയൊക്കെ ലക്ഷ്യം? അതുകൊണ്ട് ബോധപൂർവം നുണപ്രചാരണം നടത്തുക, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒരു വസ്തുതയുമില്ലാതെ ആക്ഷേപം ഉന്നയിക്കുക, ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അതെല്ലാം തകർന്നടിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇതാണോ കോൺഗ്രസിന്റെ നിലപാട്? എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ ഞാനാണ് കേമൻ വി ഡി സതീശനേക്കാൾ എന്ന് നിയമസഭയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേതാവാകാൻ നടത്തിയ പരിശ്രമം, അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അധരവ്യായാമം, ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ? എന്താ ഇപ്പോൾ മാത്യു കുഴൽനാടന് പറയാനുള്ളത്? വടക്കൻ കേരളത്തിൽ വെസ്റ്റ് നൈൽ എന്ന പനി ആശങ്കയുണ്ടാക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്ക്. 2 പേരുടെ മരണം വെസ്റ്റ് നൈൽ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന്. അനീഷ്, ഇത് ഈ മസ്തിഷ്ക ജ്വരം പോലെയാണ് എന്ന് സംശയിക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ അസുഖം സ്ഥിരീകരിക്കുവാനുള്ള ഒരു താമസമുണ്ടാകുന്നു. അതാണോ ഇപ്പോൾ ഇങ്ങനെ ഈ കൂടുതൽ പേരിലേക്ക് വരുന്നത്, ഈ മരണം ഉണ്ടാകാൻ കാരണമായിരിക്കുന്നതും? എന്താണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്? ഈ 2 മരണം വെസ്റ്റ് നൈൽ കാരണമാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. ഉച്ചതിരിഞ്ഞ് ജില്ലാ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നവർ, മരിച്ചവരുടെ സാമ്പിളുകൾ നടത്തിയ പരിശോധന എന്നിവയുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കും. ഒരുപക്ഷെ ആ ചർച്ചകൾക്ക് ശേഷം അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസം, ഒപ്പം ബോധക്ഷയം, കൈക്കാൽ തളർച്ച തുടങ്ങി മസ്തിഷ്ക ജ്വരത്തിൻ്റെ എല്ലാ സാദൃശ്യത്തോടു കൂടിയ ലക്ഷണങ്ങളാണ് ഈ രോഗബാധിതരായ ആളുകളിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ മസ്തിഷ്ക ജ്വരം എന്ന രീതിയിൽ തന്നെയാണ് പരിശോധനകൾ നടത്തുകയും ചെയ്തത്. ഈ സാധാരണ നിലവിൽ പിന്തുടരുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിപ്പയുടെ കാലം മുതൽ ഏതാണ്ട് അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധനയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ വെസ്റ്റ് നൈൽ പനി മൂലമാണ് ഈ 2 മരണം, അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ട ആളുകൾക്ക് മസ്തിഷ്ക ജ്വരമല്ല മറിച്ച് വെസ്റ്റ് നൈലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് ഈ സാമ്പിളുകൾ ഈ പൂനെയിലെ വൈറോളജി ലാബിൽ വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് ഈ രോഗം ബാധിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആളുകളെയാണ് ഇത് അങ്ങേറ്റം ദോഷകരമായി ബാധിക്കുന്നത്. മരണം സംഭവിച്ച 2 പേരും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരുന്ന ആളുകളാണ്. മറ്റ് ആളുകൾക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് പെട്ടെന്ന് ഇത് കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഒരു പ്രത്യേക മേഖലകളിലാണോ ഇത് കാണുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടോ ആരോഗ്യവകുപ്പ്? എവിടെയാണിത് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്? ആരോഗ്യവകുപ്പ് അക്കാര്യത്തിലൊരു കൃത്യമായ വിശദീകരണമൊന്നും ഇനിയും നൽകിയിട്ടില്ല. ഏതൊക്കെ മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രോഗികളിലാണ് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനവും അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു വിശദീകരണവും ഒക്കെ ഒരുപക്ഷെ ഈ ഇന്നത്തെ യോഗത്തിന് ശേഷമാകും നൽകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധം ഈ രോഗത്തോട് സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. എന്തായാലും ക്യൂലെക്സ് കൊതുകുകൾ വഴിയാണ് ഈ രോഗം പകരുന്നത്. രോഗം ബാധിച്ച മൃഗം, പക്ഷി തുടങ്ങിയവയെ കടിച്ച ഈ കൊതുക് മറ്റുള്ള ഒരു മനുഷ്യനിലേക്ക് എത്തുമ്പോഴാണ് അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് രോഗം പകരുന്നത്. ശരി അനീഷ്, അതുകൊണ്ട് തന്നെയാണ് കൊതുക് നശീകരണത്തിന് ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. മലപ്പുറത്തും കോഴിക്കോടും കൊതുക് നശീകരണം യജ്ഞങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. എന്താണ് വെസ്റ്റ് നൈൽ ഫീവർ എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ കണ്ടുവരുന്നതും. ആയിഷത്തുൽ ഷംന ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉണ്ട്. ഷംന, ഇക്കാര്യത്തിൽ ഈ കൊതുക് കടിക്കുന്നത് കാരണമാണ് വെസ്റ്റ് നൈൽ പനി വരുന്നത് എന്നത് അറിയാം, പക്ഷേ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഇപ്പോഴും പല വിവരങ്ങളും ഇല്ലല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു വിശദമാക്കാനുള്ള കാര്യങ്ങൾ?
പ്രകൃതിദത്തമായി തന്നെ പക്ഷികളിൽ കാണപ്പെടുന്ന ഒരു വൈറസാണ് വെസ്റ്റ് നൈൽ വൈറസ്. ഇത്തരം ഈ വൈറസ് ബാധിത ഉള്ള പക്ഷികളെ കൊതുകുകൾ ക്യൂലക്സ് കൊതുക് കടിക്കുകയും ഈ കൊതുക് പിന്നീട് മനുഷ്യനെ കടിക്കുന്നതിലൂടെയാണ് മനുഷ്യനിലേക്ക് ഈ ഒരു അസുഖം എത്തുന്നത്. ഇതിൽ ക്യൂലക്സ് കൊതുകാണ് ഈ ഒരു അസുഖം പടർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊതുക് നശീകരണം ഉറപ്പാക്കൽ തന്നെയാണ് ഒരു പ്രധാന പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ക്യൂലക്സ് കൊതുകുകൾ രാത്രികാലങ്ങളിലാണ് കൂടുതലായും മനുഷ്യനെ കടിക്കുന്നത്. മനുഷ്യനെയും മൃഗങ്ങളെയൊക്കെ കടിക്കുന്നത് കൊണ്ട് തന്നെയാണ് രോഗം ഇത്തരത്തിൽ വ്യാപകമായി പടരുന്നതും. ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ പനി, തലവേദന, പേശിവേദന അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. പക്ഷേ 75% ആളുകളിലും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടുകയില്ല. 1% ആളുകളിൽ മസ്തിഷ്ക വീക്കം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ 75% ആളുകളിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ഇതിന് ഒരു പ്രത്യേക ചികിത്സ നിലവിലില്ല. നമ്മുടെ രോഗലക്ഷണങ്ങൾ കൂടിയ ഒരു സാഹചര്യത്തിൽ അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ചികിത്സ നടത്തേണ്ടത്. ഈ പനി, തലവേദന പോലത്തെ രോഗലക്ഷണങ്ങളെ ലഘൂകരിക്കുകയാണ്. അതിനായി സ്വയം ചികിത്സ തേടാതെ ആശുപത്രിയിൽ പ്രവേശിച്ച് അതിനുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. ഈ കൊതുകിനെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമാണ് ഏറ്റവും ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ടത്. മലിനജലം കെട്ടിക്കിടക്കുന്ന ആ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്യൂലക്സ് കൊതുകുകൾ ഉണ്ടാകുന്നത്. ആ കൊതുകാണ് പ്രധാനമായും ഇതിന് കാരണമാവുന്നത്. അതുകൊണ്ട് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക, ഇത്തരത്തിൽ കൊതുകിന്റെ ഉറവിടമല്ല എല്ലാതും നശീകരിക്കുക തുടങ്ങിയവയാണ് ഇതിനായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം. ശരി ഷംന, എന്തായാലും കൊതുക് നശീകരണമാണ് പ്രധാനം. കൊതുക് കടിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വെസ്റ്റ് നൈൽ പനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലാണ്. ഇതുവരെ 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ട്. അതിനാൽ തന്നെ സ്ഥിരീകരണം പല ഘട്ടങ്ങളിലും നടക്കുന്നില്ല, വൈകുകയുമാണ് ചെയ്യുന്നത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം തുടരുകയാണ്. ഇന്നും പലയിടങ്ങളിലും ടെസ്റ്റുകൾ മുടങ്ങി. ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി ഇന്ന് സമയം നൽകിയിട്ടുണ്ടായിരുന്നു, എങ്കിലും പ്രതിഷേധം കാരണം മുടങ്ങുകയായിരുന്നു. CITU ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന്. പക്ഷേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കുമെന്ന് CITU അറിയിച്ചിരുന്നു. പക്ഷേ ഇത് ഇരട്ടത്താപ്പാണെന്നാണ് INTUC പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുണിന്റെ റിപ്പോർട്ട്. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം 5ാം ദിവസവും തുടരുകയാണ്. തിരുവനന്തപുരത്ത് മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും തടസ്സപ്പെട്ടു. ഇവിടെ പോലീസ് കാവലിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ആരെങ്കിലും എത്തിയാൽ പോലീസ് കാവൽ ഏർപ്പെടുത്തണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കാവൽ ഉണ്ടാവുകയും ചെയ്തു. 2 പേരാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കൊണ്ടുവരുന്ന ആളുകൾ ആരും ടെസ്റ്റിലെത്തിയില്ല. തങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ ടെസ്റ്റിന് കൊണ്ടുവരില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ 2 പേർ, ഒരാൾ സ്വന്തം വാഹനത്തിലും മറ്റൊരാൾ വാഹനമില്ലാതെ ഇവിടെ ടെസ്റ്റിനെത്തി. 2 പേരെയും ഡ്രൈവിംഗ് സ്കൂൾ സമരക്കാർ തടയാൻ ശ്രമിച്ചു. പക്ഷേ 2 പേരെയും പോലീസ് അകത്തേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കടത്തിവിട്ടു. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ 2 പേരും പുറത്തേക്ക് വരികയായിരുന്നു. 2 പേരുടെയും പേര് ഇന്നത്തെ ടെസ്റ്റ് നടത്തേണ്ടവരുടെ പട്ടികയിൽ ഇല്ല എന്ന മറുപടിയാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നൽകിയത്. അങ്ങനെയാണ് അവർ തിരികെ ഇറങ്ങി വന്നത്. അവരോട് ഈ സമരക്കാർ കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഇന്നാണ് ഡേറ്റ് കിടക്കുന്നത്, ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്ത് 15 ഡേറ്റ് കിട്ടിയ ലിസ്റ്റില് പേരില്ല. സമര കാരണങ്ങളിൽ ആവശ്യത്തിൽ തീരുമാനമാകും വരെ ആരെയും അകത്തേക്ക് കടത്തിവിടില്ല, അകത്തുനിന്ന് പുറത്തേക്കും കടത്തിവിടുന്ന നിലപാടിലാണ് INTUC ഇവിടെ ഉള്ളത്. നേരത്തെ CITU സമരത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും മന്ത്രിയുടെ ഉറപ്പുകളെ വിശ്വസിച്ചുകൊണ്ട് അവർ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സമരത്തെ എതിർക്കുന്നില്ലെങ്കിലും പരസ്യമായി സമരത്തിനിറങ്ങാൻ CITU തയ്യാറാകുന്നില്ല. ഇതിലും വലിയ പ്രതിഷേധം INTUCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. CITUയുടെ ഇത് ഇരട്ടത്താപ്പ് നിലപാടാണ് INTUC നേതൃത്വത്തിന് ഉള്ളത്. ഇത് കാലഹരണപ്പെട്ട ഒരു ലിസ്റ്റുമായാണ് അവർ കടന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ നടത്തുന്ന ശ്രമമായി മാത്രം നമ്മൾ കണ്ടാൽ മതി.
ഇത് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. പോലീസ് സംരക്ഷണം കൊടുക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇത് നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ എതിർപ്പുകളും തുടരും. ഏതായാലും സർക്കാർ ടെസ്റ്റുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും തടസ്സപ്പെടുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു പ്രധാന പ്രശ്നമുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വകാര്യ വാഹനം എത്തുന്നവർക്ക് വേണമെങ്കിൽ ടെസ്റ്റ് പങ്കെടുക്കാം, അല്ലാതെ വാഹനങ്ങളില്ലാതെ വരുന്നവർക്ക് ടെസ്റ്റിന് ഉള്ള വാഹനങ്ങൾ നൽകുന്ന സംവിധാനവും മോട്ടോർ വാഹന വകുപ്പിനില്ല. സാധാരണഗതിയിൽ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അവർ നൽകുന്ന വാഹനത്തിലാണ് പലപ്പോഴും ടെസ്റ്റ് നടക്കാറുള്ളത്. ഇന്ന് വന്ന ഒരാൾക്ക് അങ്ങനെ വാഹനമില്ലാതെയും ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വരും ദിവസങ്ങളിലും സമരം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കുന്നത്. ഇവിടുത്തെ സമരം അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഏതായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കടന്നുപോകുന്നത്. സർക്കാരും സമരക്കാരും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. CITU മാത്രമാണ് ഇപ്പോൾ സമരത്തിന് വിട്ടുനിൽക്കുന്നത്. അവരും വേണ്ടി വന്നാൽ വീണ്ടും സമരരംഗത്തേക്ക് വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരാകട്ടെ ഈ പരിഷ്കാരങ്ങൾ നീട്ടിവെച്ചു. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സഹകരിക്കണമെന്ന അഭ്യർത്ഥന വെച്ച് മുന്നോട്ട് പോവുകയാണ്. അവരും കാര്യമായ ഒരു പിന്നോട്ട് പോക്ക് അവരുടെ നിലപാടിൽ നിന്ന് ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി കാട്ടാന ചെരിഞ്ഞു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം ചെന്നൈ മെയിലാണ് ആനയെ ഇടിച്ചത്. ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വേഗത നിയന്ത്രണം റെയിൽവേ പാലിച്ചിട്ടില്ലെന്ന വിമർശനവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടയിൽ ട്രെയിനിടിച്ച് കാട്ടാന അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ട്രെയിൻ ഇടിച്ച ശേഷം ഈ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാന സമീപത്തുള്ളൊരു കുഴിയിലേക്ക് മറഞ്ഞു വീഴുകയായിരുന്നു. അവിടെ മണിക്കൂറുകളോളം കിടന്ന ശേഷമാണ് ചരിഞ്ഞത്. എന്തായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും ആനയെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന ചെരിഞ്ഞ്. നമുക്കറിയാം ഈ റൂട്ട് പ്രധാനമായും ഇത് പ്രൊജക്റ്റ് എലിഫന്റ് സോണിൽ വരുന്ന ഒരു സ്ഥലമാണ്. ആനകൾ സ്ഥിരമായി ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ്. നിരവധി ആനത്താരകളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിലെല്ലാം തന്നെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിരവധി ആനകൾ, അതായത് 10 വർഷത്തിനിടയിൽ ഏകദേശം 20ഓളം ആനകൾ ചരിഞ്ഞു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. പ്രധാനമായും ഇതിലെ കടന്നു പോകുന്ന ട്രെയിനുകൾ പരമാവധി സ്പീഡ് കുറയ്ക്കണം എന്നാണ് വനം വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ രാത്രിയിലായതുകൊണ്ട് തന്നെ, അർദ്ധരാത്രിയിലായതുകൊണ്ട് തന്നെ ചെന്നൈ തിരുവനന്തപുരം മെയിൽ അതിവേഗത്തിൽ തന്നെയായിരുന്നു കടന്നുപോയിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. സാധാരണ ഇവിടെ കാട്ടാനെ ചരിഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിൻ ഇടിച്ചു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കാറുണ്ട്. ഈ പ്രദേശങ്ങളിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ പരമാവധി വേഗത കുറയ്ക്കാൻ ശ്രമിക്കണമെന്ന് പല തവണ വനം വകുപ്പ് നിർദ്ദേശം നൽകിയതാണ് എന്നുള്ള കാര്യവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത്, അതായത് ഈ പാലക്കാടിനും കോയമ്പത്തൂരിനുമിടയിൽ വാളയാറിനും കഞ്ചിക്കോടിനും ഇടയിലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആനകൾ ഇതുപോലെ ട്രെയിൻ ഇടിച്ച് ചെരിഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ കർശന നടപടി, അതായത് ഈ ട്രെയിനുകളുടെ വേഗത ഈ പ്രദേശത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ശക്തമായിരിക്കുകയാണ്. നേരത്തെ അവിടെ ഏർപ്പെടുത്തിയിരുന്ന വേഗതാ നിയന്ത്രണം പാലിക്കുന്നതിൽ റെയിൽവേക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. ആ മേഖലയിൽ ഇടയ്ക്കിടെ സമാനമായ അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം പരിഗണിച്ചാണ് വേഗതയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 20 കിലോമീറ്റർ വേഗത എന്നാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ ഈ സംഭവത്തിന് കാരണമായി വന്നിട്ടുള്ള ചെന്നൈ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് ആ മേഖലയിലൂടെ ഓടിയപ്പോൾ അതിൻ്റെ വേഗത 20 കിലോമീറ്ററിൽ നിന്നും എത്രയോ അധികമായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിയന്ത്രണങ്ങൾ ലംഘിച്ച കുറ്റത്തിന് ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ പോകുന്നതിനിടയിൽ ട്രാക്കിലൂടെ ഓടി പുറത്തേക്ക് വീണ ആന ഗുരുതരമായി പരിക്കേറ്റ് ചരിഞ്ഞ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന സംഭവത്തിൽ ആനകൾ കൂട്ടമായി റെയിൽവേ ട്രാക്കിലേക്ക് കയറിയതായിരുന്നു. ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടപ്പോൾ മറ്റുള്ള ആനകൾ ചിതറിയോടി. ഈ ട്രാക്കിലൂടെ ഓടിയ 35 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയാണ് അതിദാരുണമായി ട്രെയിനിടിച്ച് കൊല്ലപ്പെട്ടത്. ഇത് സ്ഥിരം സംഭവമായി മാറുകയാണ്. പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ ലൈൻ കാട്ടാനകളുടെ മരണപാതയായി മാറുന്നത് എങ്ങനെയാണ്? ER രാജേഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം.
പാലക്കാട് ജംഗ്ഷനും പോത്തന്നൂരിനുമിടയിൽ 2 റെയിൽവേ ലൈനുകളാണ് കടന്നുപോകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള എ ലൈനും പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബി ലൈനും. എ ലൈൻ വനാതിർത്തിയിലൂടെയാണെങ്കിൽ ബി ലൈൻ വനത്തിനുള്ളിലൂടെയാണ് കടന്നുപോകുന്നത്. കഞ്ചിക്കോടിനും മതിക്കരയ്ക്കുമിടയിൽ ഏതാണ്ട് 23 കിലോമീറ്റർ ദൂരമാണ് ബി ലൈൻ റിസർവ് വനത്തിലൂടെ കടന്നുപോകുന്നത്. പല പ്രദേശങ്ങളിലും ഈ 2 ലൈനുകളും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 1/2 കിലോമീറ്ററിലധികവുമാണ്. ആനകളുടെ സഞ്ചാരപാതയായ ഇതിലൂടെ ദിവസവും 100-ലധികം എക്സ്പ്രസ് ട്രെയിനുകളാണ് കടന്നുപോകുന്നത്. ഗുഡ്സ് ട്രെയിനുകൾ വേറെയും. 2002 മുതൽ 2021 വരെയുള്ള കണക്ക് പ്രകാരം ഈ മേഖലയിൽ മാത്രം 22 ആനകളാണ് ട്രെയിനിടിച്ച് തിരിഞ്ഞിരിക്കുന്നത്. വനത്തിലൂടെയുള്ള ബി ലൈനിലാണ് അപകടങ്ങൾ ഏറെയും. ഈ പ്രതിസന്ധി മറികടക്കാൻ എലിവേറ്റഡ് പാത സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മറ്റൊരു പ്രധാന ആവശ്യം ബി ലൈൻ വനത്തിനുള്ളിൽ നിന്ന് മാറ്റി എ ലൈനോട് ചേർന്ന് സ്ഥാപിക്കണമെന്നാണ്. പക്ഷേ ഈ 2 ആവശ്യങ്ങളും നടപ്പാക്കിയെടുക്കാൻ ഏറെ കാലതാമസം വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലിക പരിഹാരമുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ആനകൾ മാത്രമല്ല, യാത്രക്കാരും സുരക്ഷിതരല്ല. കാരണം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രെയിനുകൾ പാളം തെറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കോടതിയുടെ അടക്കം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. ആലപ്പുഴയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് ഇന്നത്തെ മുന്നറിയിപ്പ്. കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നാളെ വരെ നീട്ടിയിട്ടുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരുകയും ചെയ്യും. തൃശൂർ എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. എരുമപ്പെട്ടി സ്കൈ മണ്ഡപത്തിന് പിന്നിൽ താമസിക്കുന്ന അരിക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന പശുവിന് രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കന്യാകുമാരി തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രതയാണ്. റെഡ് അലർട്ട് തുടരുന്നു. ഇന്നലെ കടലിൽ മുങ്ങി മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. കൊച്ചിയിൽ പെരുമ്പാവൂർ അനസിന് നേരെ അന്വേഷണം കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഇപ്പോൾ ഭീകരവിരുദ്ധ സ്ക്വാഡ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളുടെ വീടുകളിലും റിസോർട്ടുകളിലും ATSും പോലീസും സംയുക്തമായ പരിശോധന നടത്തിയത്. മാഞ്ഞാലി സ്വദേശിയായ റിയാസ് അറസ്റ്റിലായിരുന്നു. റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തോക്ക് ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിന്റേതാണെന്ന് ATSന് മനസ്സിലായിട്ടുണ്ട്. തനിക്ക് തോക്ക് നൽകിയത് പെരുമ്പാവൂർ അനസാണെന്ന് റിയാസ് സമ്മതിക്കുകയും ചെയ്തു. 3 വർഷമായി തോക്ക് കൈവശമുണ്ടെന്നാണ് റിയാസ് നൽകിയിരിക്കുന്ന മൊഴി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത അതിന്റെ ഒരു അവസാനത്തേക്ക് അടുക്കുകയാണോ ഇപ്പോൾ ഉണ്ടാകുന്നത്? അനസിലേക്ക് ചെന്നെത്തുകയാണോ ഇപ്പോൾ അന്വേഷണം? റിയാസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭീകരവിരുദ്ധ സ്ക്വാഡിന്? മഞ്ജുഷ്, നേരത്തെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ATSും പോലീസും ഇന്നലെ ആലുവ, പെരുമ്പാവൂർ, മാഞ്ഞാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംയുക്ത റെയ്ഡ് നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂർ അനസുന്ന ഗുണ്ടാ തലവന്റെ സംഘാംഗങ്ങളിൽപ്പെട്ടവരുടെ വീടുകളിലായിരുന്നു റെയ്ഡ്. അനസിന്റെ വലങ്കൈയായിട്ടുള്ള മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 9 ലക്ഷത്തോളം രൂപയും 2 കത്തിയും കണ്ടെടുത്തിരുന്നു. ഇതോടൊപ്പം തന്നെ ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജി, അനസിന്റെ മറ്റ് ഗുണ്ടാ സംഘത്തിൽപ്പെട്ട മറ്റ് 2 പേരുടെ, അങ്ങനെ 4 പേരുടെ വീടുകളിലായിരുന്നു ഇന്നലത്തെ ATSന്റെ പോലീസിന്റെ റെയ്ഡ്. ഇന്നലെ പിടിച്ചെടുത്ത ഈ 4 തോക്കുകളും പെരുമ്പാവൂർ അനസിന്റേതെന്നാണ് റിയാസ് മൊഴി നൽകിയിരിക്കുന്നത്. 3 വർഷം മുൻപാണ് റിയാസിന് ഈ തോക്ക്
പെരുമ്പാവൂർ അനസ് നൽകിയത്. അങ്ങനെയെങ്കിൽ ഈ പെരുമ്പാവൂർ അനസിന് ഈ തോക്ക് ലഭിച്ചത് എങ്ങനെയാണ്, അതിന്റെ ഉറവിടം എവിടെയാണ്? അതാണ് പ്രധാനമായും ATS-ഉം പോലീസും ഇനി പരിശോധിക്കുന്നത്. ഇതോടൊപ്പം അങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ ആയുധക്കടത്ത്, തോക്ക് ഉൾപ്പെടെയുള്ള ആയുധക്കടത്ത് നടത്തിയിട്ടുണ്ടോ, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടോ, ഈ തോക്ക് ഉപയോഗിച്ച് ആരെങ്കിലും വെടിയുതിർത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും. അതിനുവേണ്ടി തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എന്തായാലും ഈ പരിശോധനയിൽ നേരത്തെ ഔറംഗസേബിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പെരുമ്പാവൂർ അനസിന്റെ കൈവശം നിരവധി തോക്കുകളുണ്ടെന്ന വിവരങ്ങൾ ലഭിച്ചത്. ന്യൂസ് 8-ന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയായിരുന്നു ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ATS-ഉം കൊച്ചി സിറ്റി പോലീസും ചോദ്യം ചെയ്തത്. ഇതിൽ അനസുമായി ബന്ധപ്പെട്ട പല നിയമവിരുദ്ധ ഇടപാടുകളെക്കുറിച്ചും കൊട്ടേഷൻ ഇടപാടുകളെക്കുറിച്ചും ഔറംഗസേബ് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യങ്ങളടക്കം വിശദമായി പരിശോധിച്ച ശേഷമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഒരു റെയ്ഡ്, ഒരു പരിശോധന നടപടികളിലേക്ക് ATS കടന്നത്. എന്തായാലും റിയാസ് എന്ന കൊലക്കേസ് അടക്കം നിരവധി കേസുകൾ പ്രതിയായ ഗുണ്ടാ സംഘാംഗത്തിൽപ്പെട്ട റിയാസിനെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി റിയാസിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ പിടിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ATS-ഉം പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ റിയാസ് എന്നയാൾ അറസ്റ്റിലായിരിക്കുന്നത്. റിയാസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ATS ചെയ്യുന്നത്. കൊല്ലം പരവൂരിൽ ഭാര്യയെയും മക്കളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. ശ്രീജു എന്നയാളാണ് ഈ കൃത്യം നടത്തിയത്. ശ്രീജുവിന്റെ ഭാര്യ പ്രീത, മകൾ ശ്രീനന്ദ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ ശ്രീരാഗ് ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകിയ ശേഷം കഴുത്തറുക്കുകയായിരുന്നു. 22 പേരുടെ ജീവനെടുത്ത താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 1 വർഷം തികയുകയാണ്. താനൂർ ബോട്ട് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി തുടർ ചികിത്സയ്ക്ക് പണമില്ല എന്നതാണ്. വള്ളിക്കുന്ന് അരിയല്ലൂരിലെ കുഞ്ഞാലകത്ത് മൻസൂറിന്റെയും ദുരന്തത്തിൽ രക്ഷപ്പെട്ട നുസ്രത്തിന്റെയും മകളായ 2 വയസ്സുകാരി ആയിഷ മെഹ്റിൻ, നുസ്രത്തിന്റെ സഹോദരൻ ജാബിറിന്റെ മകൾ 10 വയസ്സുകാരി ജർഷ എന്നിവരാണ് തുടർ ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്നത്. പൂരപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് ആയിഷ മെഹ്റിനും ജർഷയും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ആ അപകടം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദുരന്തത്തിന് ശേഷം ആയിഷ മെഹ്റിൻ സംസാരിച്ചിട്ടില്ല. ജർഷയ്ക്കാകട്ടെ നടക്കാനും കഴിയുന്നില്ല. തുടർ ചികിത്സയ്ക്ക് സർക്കാരിന്റെ സഹായം തേടി ഇനി കാണാൻ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ബാക്കിയുമില്ല. കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചും കടം വാങ്ങിയുമാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. കുട്ടികൾ ഈ നിലയിലെങ്കിലും എത്തിയത് ഈ ചികിത്സകൾ കൊണ്ടാണ്. ദുരന്തമന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് VK മോഹനനെ കണ്ട് ഇവർ ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ ധനസഹായം നൽകാനോ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനോ അധികാരമില്ലാത്തതിനാൽ കമ്മീഷനും നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ ഇവർക്ക് പറയാനുള്ളത് ഇത്രമാത്രം. ഇതുവരെ നമ്മൾ ഈ 1 വർഷം കൊണ്ട് നമ്മൾ കയറി ഇറങ്ങേണ്ട സ്ഥലത്തല്ല നമ്മൾ കയറി ഇറങ്ങി. അറിയിക്കേണ്ടവരെയൊക്കെ നമ്മൾ അറിയിച്ചു. കാണിച്ചു കൊടുക്കാനുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ആളുടെ കണ്ണും തുറക്കുന്നില്ല, ആളുടെ ചെവികളും കേൾക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ വാക്ക്, എൻ്റെ കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകാമെന്ന് ആരാണോ പറഞ്ഞിട്ടുള്ളത് അവർ വീണ്ടും ഒന്നും കൂടെ പബ്ലിസിറ്റി ചെയ്യുക, ഈ കുട്ടികളുടെ ചികിത്സ ചെയ്യാനായിട്ട്. ഈ ഒരൊറ്റ വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഗവൺമെന്റിൽ നിന്നും വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാക്ക് തിരിച്ചെടുക്കണം. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിലാണ് ഈ കുരുന്നുകളുടെ തുടർ ചികിത്സയ്ക്കുള്ള പണം പോലും രക്ഷിതാക്കൾക്ക് ലഭിക്കാതിരിക്കുന്നത്. താനൂർ ബോട്ട് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ സർക്കാരിന്റെ പിന്തുണ വേണം, അല്ലെങ്കിൽ സുമനസ്സുകളുടെ കൈത്താങ് വേണം. ന്യൂസ് 18 മലപ്പുറം. KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി വൈദ്യശാലയുടെ 1 വർഷം നീളുന്ന 150ാം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പൊതുസമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പുതുതായി തുടങ്ങിയ ആരോഗ്യ ഭക്ഷ്യ ഉൽപ്പന്ന വിഭാഗം, പുതിയ കോർപ്പറേറ്റ് ഓഫീസ് സമുച്ചയം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ജനറൽ മാനേജർ PP വർഗീസ് സ്വാഗതവും ഡയറക്ടർ പത്രോസ് വിൽസൺ നന്ദിയും പറഞ്ഞു. കണ്ടംകുളത്തി ബ്രിജിറ്റ പത്രോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള 1 ലക്ഷം രൂപ ഡോക്ടർ റോസ് മേരി വിൽസൺ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടിന് കൈമാറി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6620, പവന് 52,960. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.